അന്നം ദൈവമല്ലേ സാർ, അതിലാരെങ്കിലും വിഷം കലക്കോ? ഇത് കഴിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ആരെങ്കിലും ചത്തുപോയാ ദൈവത്തെ തിന്നിട്ട് ചത്തുപോയി എന്നാണോ കരുതേണ്ടത്? അന്നം ദൈവമാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. പേരെന്താ? ചോദിച്ചത് കേട്ടില്ലേ? പേരെന്താ? ഏഞ്ചൽ മേരി. ഞാൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ സാർ. ഒരു കാരണവശാലും ആർക്കും പിടികൊടുക്കരുത്. ഓക്കെ 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 സാർ. ശരി കേട്ടോ. ആ പറയൂ ഓർമ്മളെ. മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങളും മിടുക്കനാണല്ലോ. എന്തു പറ്റി? അല്പം മുൻപ് നിങ്ങളുടെ പേഷ്യന്റിനോട് ഒരു അന്തേവാസി പേര് ചോദിച്ചു. പറഞ്ഞ മറുപടി എന്താണെന്നറിയണോ? ഏഞ്ചൽ മേരി. അവര് തന്നെ പറഞ്ഞോ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഫലിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പുതിയ ജന്മത്തിലേക്ക് ട്രാൻസ്ഫർ ആയി. ഏഞ്ചൽ മേരി, എവിടെയോ ഉള്ളൊരു ഏഞ്ചൽ മേരി. ആ മരുന്ന് നിസ്സാരമല്ല. കുറച്ച് നാളുകൂടി കണ്ടിന്യൂ ചെയ്താ പിന്നെ ലോകത്തുള്ള ഏത് മനോരോഗ വിദഗ്ധം വിചാരിച്ചാലും ശ്യാമയുടെ പൂർണ്ണ ജന്മം ആർക്ക് മുൻപിലും വെളിപ്പെടില്ല. ദാറ്റ് മീൻസ് ശ്യാമ എന്നേക്കുമായി അവസാനിച്ചു. ഇനിയുള്ളത് ഏഞ്ചൽ മേരിയാ. ഏഞ്ചൽ മേരി മാത്രം. എങ്കിലും ഒന്ന് സൂക്ഷിച്ചോളൂ. ശങ്കർജി നിസാരക്കാരനല്ല. ചില സമയത്ത് വിദേശങ്ങളിൽ നിന്ന് പോലും ഡോക്ടർമാർ ഇവിടെ എത്താറുണ്ട്. ഏയ് ഊർമിള പേടിക്കണ്ട. ശ്യാമയുടെ ഓർമ്മ തിരിച്ചു പിടിക്കാൻ അവർക്കാർക്കും പറ്റില്ല. ഗായിക ശ്യാമ ഇനി വെറും ഓർമ്മ മാത്രമാണ്. ഏഞ്ചൽ മേരിയാണ് ഇനിയുള്ള സത്യം. ദേവേട്ടാ, ശരിക്കും എന്താ അവിടെ സംഭവിച്ചെന്നാ പറഞ്ഞത്? സദ്യക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിത്രേ. അത് വന്നിട്ട് പറയാന്ന് പറഞ്ഞ് മോൻ ഫോൺ കട്ട് ചെയ്തു. മക്കളെ, എന്താടാ പറ്റിയേ? കുറച്ചുപേരുടെ ജീവന് ഉത്തരം പറയേണ്ടി വരും. അവര് ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുക. എന്താ മോനെ ഉണ്ടായത്? നിങ്ങളെല്ലാരും ഒന്ന് മാറിയുന്നേ. കാര്യം എന്താണെന്ന് അറിയണമല്ലേ നിങ്ങൾക്ക്? സദ്യയിൽ ആറ്റുവാശ്ശേരി സദ്യ എന്ന പേരിൽ വിഷം വിളമ്പി. നിങ്ങൾ പോയി പരിശോധിക്കുക. നിങ്ങൾ കൂടച്ചല്ലേ? അടുക്കളയിൽ പാചകം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. വരൂ സർ.
പാചകം ചെയ്യുന്ന അന്തരീക്ഷം വൃത്തിയുള്ളതാണ്. അവിടെ കുഴപ്പങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഫുഡ് പോയിസൺ ഉണ്ടായ സത്യമാണല്ലോ. ഇനി ഇവര് തുടരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ആ, ഇതിന്റെ ഡീറ്റെയിൽസ് റിപ്പോർട്ട് വരുന്നിടം വരെ എന്തായാലും ഇവരെ വിലക്കേണ്ടി വരും. ഓക്കെ. ഭക്ഷണത്തിൽ എങ്ങനെ വിഷം കലർന്നു എന്നതിനെ കുറിച്ച് ഈ നിൽക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഒരു ധാരണയില്ല അല്ലേ? അന്നം ദൈവമല്ലേ സാർ, അതിലാരെങ്കിലും വിഷം കലക്കോ? ഇത് കഴിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ആരെങ്കിലും ചത്തുപോയാ ദൈവത്തെ തിന്നിട്ട് ചത്തുപോയി എന്നാണോ കരുതേണ്ടത്? അന്നം ദൈവമാണല്ലോ. സാറേ, ഒരു കാലത്തും ആരും ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് കരുതി ജീവിക്കുന്നവരാ ഞങ്ങൾ. അമിതമായൊരു ലാഭം എടുക്കാതെ ജീവിച്ചു പോവാന്ന ഉദ്ദേശത്തിൽ എൻ്റെ മക്കൾ ചെയ്തൊരു കാര്യമാണ്. അത് ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമോ സാർ?